ഇതാണ് ഞാൻ. പണ്ട് തൊട്ടേ എന്നെ സൗജന്യമായി ലഭിക്കുന്നവരോടൊപ്പം ഇറങ്ങിപ്പോകുന്നതാണ് എന്റെ ശീലം. ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വേണ്ടത്ര പരിഗണന ആദ്യം മുതലേ കിട്ടിയിട്ടില്ല. ഞാൻ നഷ്ടപ്പെട്ടപ്പോഴോ ഉപയോഗശൂന്യമായപ്പോഴോ എന്നെ ഓർത്ത് വിഷമിച്ച ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ചിലരൊക്കെ ഉണ്ടായിരുന്നു. ദാ ഇവരൊക്കെയാണ് ഇടക്കാലത്ത് തന്നെ കൂടുതൽ മനോഹരമാക്കിയത്. ഇവരുടെ കലാപരമായ കഴിവിനെ വളർത്താൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇവർ സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട് എന്നിലൂടെ. പക്ഷേ കാലം പുരോഗമിച്ചപ്പോൾ എനിക്കും മാറ്റങ്ങൾ വന്നു. മൊബൈലും ഫേസ്ബുക്കും വാട്സാപ്പും എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് അകറ്റി തുടങ്ങി. എൻ്റെ ഉപയോഗം തന്നെ കുറഞ്ഞു തുടങ്ങി. ഇതൊന്നുമല്ല എൻ്റെ വളർച്ചയെ ശരിക്കും തളർത്തിയത്, ടിഷ്യൂ പേപ്പർ. ഇവൻ വന്നതോടുകൂടി എന്നെ പോക്കറ്റിലും ഹാൻഡ് പേഴ്സിലും സൂക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. കൈയും മുഖവും തുടച്ച് വലിച്ചെറിയുന്ന ടിഷ്യൂ പേപ്പറിന് എന്നെക്കാളും സ്ഥാനം കിട്ടി തുടങ്ങി. ഹോട്ടലുകളിൽ ഇത് ഒരു സ്റ്റാറ്റസ് സിംബലായി വരെ മാറി തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് ഈ കാലം അത്രയും ഞാൻ മുമ്പോട്ട് പോയത്. ഇതൊന്നുമല്ലാതെ യഥാർത്ഥത്തിൽ എന്നെ കൊണ്ടുള്ള പ്രയോജനം ജനങ്ങളിലെത്തിയാൽ പലരുടെയും ജീവിതത്തിന് ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ലേ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ചേട്ടാ, ടവലുണ്ടോ കയ്യിൽ? ചേട്ടാ, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണിത്. ഇനി മുതൽ തുവാലൊരു ശീലമാക്കണം. ഇതാ ഇപ്പോഴാണ് മറ്റുള്ളവരിലേക്ക് എത്രത്തോളം പ്രാധാന്യം എന്നിലൂടെ ലഭിക്കുന്നുവെന്ന് സമൂഹം തിരിച്ചറിയേണ്ടത്. മാറ്റത്തിന്റെ ഈ ശീലങ്ങൾ നമ്മുടെ കൊച്ചു തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ സ്കൂൾ കിറ്റിനൊപ്പം തൂവാല കൂടി നിർബന്ധമായി ഉൾപ്പെടുത്തുന്ന ഒരു കാലം വരേണ്ടതുണ്ട്. ഇന്നു മുതൽ തൂവാല നിങ്ങളുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കും. വായുജന്യ രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കട്ടെ. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് നമുക്കും ഈ വിപ്ലവത്തിൽ പങ്കുചേരാം.